നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ടു ക്വാണ്ടിഫയേഴ്സ്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ക്വാണ്ടിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. അപ്പം ഇവിടെ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർത്തിക് ഇസ് ഇന്ത്യൻ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാർത്തിക്കും ഇന്ത്യൻ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. യൂഷ്വലി പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ പുറത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റ്സിൻ്റെ അകത്തായിരിക്കും നമ്മൾ സബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് വൺ പ്ലേസ് പ്രെഡിക്കേറ്റാണ്. അതായത് ഒരു പ്രെഡിക്കേറ്റ് ഇവിടെ വരുന്നുള്ളൂ. ഒരു സബ്ജക്റ്റിനെ റെസ്പെക്റ്റ് ചെയ്തുള്ള പ്രെഡിക്കേറ്റ് ഇവിടെ വരുന്നുള്ളൂ. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജാക്ക് ഇസ് ടോളർ ദാൻ ജിൽ. ഇവിടെ രണ്ട് സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത് ഒരു പ്രെഡിക്കേറ്റിന്. സോ വി ആർ ടേക്കിംഗ് ദ പ്രെഡിക്കേറ്റ് ടോളർ എസ് ടി. വി ആർ റൈറ്റിംഗ് ജാക്ക് ആൻഡ് ജിൽ. പിടികിട്ടിയോ? സബ്ജക്ട്സിനെ നമ്മൾ ഒന്നിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോമ വെച്ചായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടിഫയേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഓൾ ആൻഡ് സം. ഓൾ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് ആൻഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. ഓക്കെ, അതിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ്, ഫോർ ഈച്ച് എക്സ്, ഫോർ എവ്രി എക്സ്. സം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഫോർ സം എക്സ് ദർ എക്സിസ്റ്റ് ആൻ എക്സ് എന്നും പറഞ്ഞാണ്. അതായത് എല്ലാവരും ഇല്ല, ഒരു സംഭവം ഉണ്ട്, ഇല്ലാതിരിക്കുന്നൊന്നും ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകളായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. സംതിങ് ഈസ് ഗുഡ്. അപ്പം ലെറ്റ് us ടേക്ക് ദ തിങ് ഇസ് എക്സ്. എക്സ് ഇസ് ഗുഡ് എന്നാണ് ഞാൻ ചെയ്യുന്നത്. ഗുഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രെഡിക്കേറ്റാണ് ഇവിടെ, ജി ഓഫ് എക്സ്. എക്സ് എൻ്റെ പേഴ്സണാണ്, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ സബ്ജക്റ്റാണ് ഇവിടെ. സംതിങ് ഈസ് ഗുഡ്, അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നാണോ? അല്ല, ചില കാര്യങ്ങൾ നല്ലതാണ്. അപ്പം എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമ്മൾ യൂസ് ചെയ്യും. വി റൈറ്റ് ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എവ്രിതിങ് ഈസ് ഗുഡ്. എഗെയിൻ ഈ ഒരു സെയിം സംഭവം എടുക്കാം. എക്സ് ഇസ് ഗുഡിന് നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു. എവ്രിതിങ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ എക്സും, എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നുള്ള രീതിക്ക്. സോ ജി ഓഫ് എക്സ്, ഇങ്ങനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നത്തിങ് ഇസ് ഗുഡ്, അതായത് ഒരു സംഭവം പോലും നല്ലതല്ല എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഫോർ എവരി എക്സ് ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഗുഡ്. അതിനാണ് നെഗേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഈ നമ്മളിപ്പം ഒരു റിലേഷൻ ചെയ്യുമ്പോഴത്തേനും ഓൾ വരുന്ന കേസിൽ നമ്മൾ ഇംപ്ലിക്കേഷൻ സിമ്പിളും ആൻഡ് എവ്രി അല്ല, ഫോർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സിന് നമ്മൾ ആൻഡ് യൂസ് ചെയ്തിട്ടുമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡോണ്ട് വറി, വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. റൈറ്റ് ഇൻ സിംബോളിക് ഫോം. സം പീപ്പിൾ ഹൂ ട്രസ്റ്റ് അതേഴ്സ് ആർ റിവാർഡഡ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് എത്ര പ്രെഡിക്കേറ്റ്സിനെ കിട്ടി, എത്ര സബ്ജക്ട്സിനെ കിട്ടി? ഇത് ഒരു സബ്ജക്റ്റ് അല്ലേ, ട്രസ്റ്റ് ഒരു പ്രെഡിക്കേറ്റ് അല്ലേ, റിവാർഡഡ് അടുത്തൊരു പ്രെഡിക്കേറ്റ് അല്ലേ. സോ എക്സ് എന്ന് പറയുന്നത് ഇസ് എ പേഴ്സൺ. സോ അതിനെ ഞാൻ പി ഓഫ് എക്സ് എന്ന് എടുത്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനൊരു സബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേനും വി യൂഷ്വലി ടേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. എക്സ് ട്രസ്റ്റ് അതേഴ്സ്, ടി ഓഫ് എക്സ്, ആൻഡ് എക്സ് ഇസ് rewarded, R of x. Some people who trust others are rewarded. So some people എന്ന് പറയുമ്പോഴേ എൻ്റെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് ഇവിടെ വരുന്നത്. ഹൂ ട്രസ്റ്റ് അതേഴ്സ് ആർ റിവാർഡഡ്. ഇവിടെ എന്താണ് പറയുന്നത്, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. പി ഓഫ് എക്സ് ആൻഡ് ടി ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ സിംബോളിക് ഫോമിലൊരു സ്റ്റേറ്റ്മെൻറ്റിനെ എഴുതുന്നത്. അടുത്തത്, ഹീ ഈസ് അംബീഷ്യസ് ഓർ നോ വൺ ഈസ് അംബീഷ്യസ്. അതായത് ഇവിടെ ഹീ എന്ന് പറയുന്നത് ഒരു പേഴ്സണാണ്. സോ എക്സ് ഇസ് എ പേഴ്സൺ, പി ഓഫ് എക്സ്. ഹീ ഈസ് അംബീഷ്യസ്, സോ എക്സ് ഇസ് ambitious, A of x,
ഓക്കെ. ഹീ ഈസ് അംബീഷ്യസ് എന്ന് പറയുമ്പോൾ നോ വൺ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് റെഫേഴ്സ് ടു അനദർ പേഴ്സൺ. ഹീ ഈസ് അംബീഷ്യസ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് റെഫറിങ് ടു ഹീ ഈസ് അംബീഷ്യസ്. ഇവിടെ ഒരു സിംഗിൾ പേഴ്സൺ അല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഹീ ഈസ് അംബീഷ്യസ് വിൽ റൈറ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ. ഇതിനെ ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഹീ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഹീ അംബീഷ്യസ് ആണെങ്കിൽ ആണ്, അല്ലെന്നുണ്ട് വേറെ ആരും അംബീഷ്യസ് അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹീ ഈസ് അംബീഷ്യസ് എ ഓഫ് എച്ച് വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓർ നോ വൺ ഇസ് അംബീഷ്യസ്, അതായത് ഈ ഭൂമിയിൽ വേറെ ആരുമില്ല വിച്ച് ഇസ് എ പേഴ്സൺ ആൻഡ് വിച്ച് ഇസ് അംബീഷ്യസ്. അല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. This is not ambitious. X is a person and X is not ambitious. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. It's not true that all roads lead to Rome. അപ്പം ഇവിടെ we can write as X is a road. We can write as R of X. X leads to Rome. R M of X. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ഇടാം, R1 and R2. ഓക്കെ. സോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്. ഇപ്പം നമുക്ക് ആദ്യമേ ഇത് എഴുതാം, ഓൾ റോഡ്സ് ലീഡ് ടു റോം. അതായത് ഫോർ എവറി എക്സ്, ഇഫ് എക്സ് ഇസ് എ റോഡ്, എക്സ് ലീഡ്സ് ടു റോം. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്. സോ ഇറ്റ്സ് നോട്ട് ട്രൂ ദാറ്റ് all the roads lead to Rome. പൊതുവേ നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസസ് തരുമ്പോഴത്തേനും ബ്രേക്ക് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പം ഈ മുകളിലത്തെ എക്സാമ്പിൾ കണ്ടില്ലേ, ഹീ ഈസ് അംബിഷ്യസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പിന്നെ നോ വൺ ഈസ് അംബിഷ്യസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക.